ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നന്നായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എങ്ങനെയാണ് ശരിക്കും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നന്നായി കണ്ട് മനസ്സിലാക്കാം. പച്ച തേയിലകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തേയിലയിൽ നിന്നും മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. മെഷീനറീസ് എല്ലാം അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർവേഡ് റിവേഴ്സ് ആയിട്ട് കറങ്ങുന്ന ഫാനുകളെല്ലാം ഉണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞ തേയിലകളെ താഴേക്ക് വേറൊരു മെഷീനിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. താഴെയാണ് ബാക്കി മെഷീനറീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് പാസ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി മെഷീനിലേക്കിട്ട് അരച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിൽ നിന്നും അരച്ചെടുത്ത് വേറെ ഒരു മൂവിങ് പ്ലേറ്റിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തന്നെ ഒരുപാട് ലെവലായിട്ടുള്ള ഗ്രൈൻഡിങ്സ് ഉണ്ട്, ഗ്രൈൻഡിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെറിയ രീതിയിൽ, അത് കഴിഞ്ഞ് ഓരോ മെഷീനറീസ് കൂടി പാസ് ചെയ്ത് ചെറിയ ചെറിയ പൊടികളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് വന്ന സാധനങ്ങളെ വീണ്ടും വേറെ മെഷീനറീസിലേക്കെല്ലാം ഇട്ട് ഹീറ്റ് ചെയ്ത് വീണ്ടും ഒരുപാട് പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏകദേശം 150 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാണ് ഗ്രൈൻഡ് ചെയ്ത് വന്ന ഈ പൊടികളെല്ലാം കൂടി. ആ ഹീറ്റ് ചെയ്ത് അതിനെ പുറന്തള്ളുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഗ്രൈൻഡ് ചെയ്ത് വന്ന ഈ പൊടികളെ ഒരുപാട് ലെവൽസ് ഓഫ് ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് അവസാനത്തെ പൊടി എടുക്കുന്നത്. അപ്പോൾ ഓരോ ലെവലിലുള്ള ഫിൽട്രേഷനും കഴിയുന്ന സമയത്ത് ഓരോ സൈസിലുള്ള പൊടികൾ, നമ്മൾ വീടുകളിൽ പല സൈസിലുള്ള ചായപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സൈസിലുള്ള പൊടികളാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് ഏറ്റവും വലിയ ഒരു സൈസാണ്. അത് കഴിഞ്ഞ് അതിൽ ചെറിയ ഓരോ തരികൾ മുകളിലേക്ക് പോകുന്തോറും ചെറിയ വലിപ്പം കുറഞ്ഞ് ചെറിയ ചെറിയ തരികളായി മാറുന്നതാണ്. ഈ കിട്ടിയ സാധനത്തിനെ വീണ്ടും ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന പൊടികളെല്ലാം അങ്ങനത്തേതാണ്. ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞ് വലിയൊരു പാത്രത്തിലേക്ക് കൊണ്ടുപോയി ഇടുക ചെയ്യുന്നത്. അതിൽ നിന്നും പിന്നെ താഴെ നിന്നാണ് ഈ പൊടിയെ കളക്ട് ചെയ്ത് ചാക്കിലാക്കി പാക്ക് ചെയ്ത്